എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞത് ഇങ്ങനെ പണ്ട് രക്ഷിക്കപ്പെട്ട ശ്രീജു പാസ്റ്ററൊക്കെ ഇവിടെ നെടുവങ്ങാട് ആരാധന നടത്തുന്നു. അങ്ങനെയാണ് ഞാൻ KFMലേക്ക് വരുന്നത്. വന്നതിന് ശേഷം അന്ന് മുതൽ KFM ചർച്ചിൽ ആയിരിക്കുന്നു. ഈ 18-ാമത്തെ വയസ്സിലാണ് ആർമിയിലേക്കുള്ള സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ഈ 18 വയസ്സിലൊക്കെ ഈ ഒരു യൗവനകാലമല്ലേ, അപ്പോഴൊക്കെ ഈ ആർമിയിൽ പോകാനൊക്കെ ഉള്ള മനസ്സുണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെ മനസ്സുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു 15, 16, 17 വയസ്സ് ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കുക, അപ്പോൾ നമ്മുടെയുള്ള പല സുഹൃത്തുക്കൾക്കുമൊക്കെ ഇങ്ങനെ പലരും പിടിച്ചടിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം, പപ്പയൊക്കെ ഭയങ്കര പേടിയാണ്, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഒന്നും പറയില്ല. അപ്പോൾ എനിക്കൊരു 16, 17 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇവരെല്ലാവരും നമ്മളിങ്ങനെ അടിയുള്ള വേണ്ടിയുള്ളവരാണോ. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളവരെല്ലാവരും കൂട്ടി ആദ്യം ഞങ്ങളുടെ സ്ഥലത്തും പിന്നെ പപ്പ പ്രശ്നമുണ്ടായി വേറൊരു സ്ഥലത്തും കളരിപ്പയറ്റ് ആരംഭിച്ചു. അപ്പോൾ എല്ലാം തിരിച്ചടിക്കണമല്ലോ, ഒറ്റയ്ക്ക് അടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടീമായിട്ട് ഇത് തുടങ്ങി. അപ്പോൾ നമുക്ക് അന്ന് കയ്യിൽ പൈസയൊന്നുമില്ല എങ്കിലും നമ്മൾ ആദ്യം പോയി എന്തോ ഈ മുളവടിയും ഈ ചൂരലും ഒക്കെ വെട്ടി, അത് കഴിഞ്ഞ് വെൽഡിങ് ഷോപ്പിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് ഈ വാളൊക്കെ ശരിയാക്കി. അപ്പോൾ ഇങ്ങനെ പരിശീലനങ്ങൾ നടക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചടിക്കണം, നമ്മൾ പലരും അടി കൊണ്ടു, അപ്പോൾ തിരിച്ചടിക്കണം, അല്ല പലരും പേടിയാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ കണ്ട് എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിഷമം. എനിക്ക് പപ്പ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന ഒരു ടൈമിലാണ് ഇങ്ങനെ ആർമിയിലേക്ക് സെലക്ഷൻ വരികയും പോവുകയും ചെയ്തത്. വീട്ടിലും അമ്മയ്ക്ക് മാനസികമായി എൻ്റെ ഒരു 12, 13 വയസ്സ് കഴിഞ്ഞ ഒരു ടൈമിലൊക്കെ അമ്മയ്ക്കും മാനസികമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ലൈഫിലൊരു ബുദ്ധിമുട്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആശ്വസിച്ച് ചെല്ലുന്ന ആ ഭവനത്തിലേക്കല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അമ്മയ്ക്കും സഹോദരിക്ക് ചെറുതായിട്ടുള്ള ഒരു വിവാഹം കഴിഞ്ഞ് സെപ്പറേറ്റ് ആണ്. അമ്മയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ നാളുകളിലൊന്നും പ്രശ്നങ്ങളില്ല, സന്തോഷമായിട്ടൊക്കെ അങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ഒത്തിരി വിഷമങ്ങൾ നേരിടേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ എന്നെ ജോലി സ്ഥലത്തേക്ക് പിന്നെ കൊണ്ടുപോയി. പിന്നെ മോനായതിന് ശേഷം അവന് 2 വയസ്സ് ആ പ്രായത്ത് പിന്നെയും ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഭവനത്തിൽ വന്നു. ആ സമയത്തൊക്കെ നന്നായിട്ട് ഭാരപ്പെട്ടു, പക്ഷെ കർത്താവ് അവിടെ എല്ലാം താങ്ങി. അങ്ങനെ അവന് 2 വയസ്സ് ആകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ മോന് ചെറുതായിട്ടൊരു രോഗാവസ്ഥ വന്നു, ഹോസ്പിറ്റലൈസായി. ആ ഒരു പ്രശ്നത്തോടു കൂടിയാണ് പിന്നെ ചേട്ടൻ പ്രാർത്ഥിക്കാനൊരു മനസ്സ് വന്നത്, പ്രാർത്ഥിക്കാനൊരു ദൈവദാസൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വരാനുള്ള. ഈ ആർമി ഓഫീസറായിരിക്കുമ്പോൾ, ആർമി ജോലി ചെയ്യുമ്പോൾ ഈ മദ്യമൊക്കെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടില്ലേ, അപ്പോൾ അതൊക്കെ എന്തോ ചെയ്യും? ഞാൻ പൊതുവിൽ സൈന്യത്തിൽ ജോലി കിട്ടി ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എപ്പോഴും ഞാനൊരു കീ ഹോൾഡറായിരുന്നു. കീ ഹോൾഡർ എന്തെങ്കിലും ഒരു ചാർജ് കാണും. ചാർജ് ഇപ്പോൾ എനിക്ക് കൂടുതലും ഈ റേഷൻ, ഈ മദ്യം, ഇതിൻ്റെയൊക്കെ ചാർജ് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ ഭാര്യ പറഞ്ഞു പലപ്പോഴും മദ്യപിച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഒരു ലിമിറ്റഡ് ഇത് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്ക് ഞാനാണ് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ പൊതുവിൽ ഞാൻ ഫാമിലി ക്വാർട്ടേഴ്സിൽ നിന്ന് ആയിരിക്കുമ്പോഴേ ഞാൻ തീരുമാനം എടുത്തിട്ട് പോയി ഇന്ന് കുടിക്കത്തില്ല. പക്ഷേ എന്തോ ഈ അവിടെ ചെല്ലുമ്പോൾ ഒരു 5-6 കുപ്പി കൊടുത്തു വരുമ്പോൾ കുറേ മിച്ചം വരും. മിച്ചം വരുന്നതെല്ലാം നമ്മളും കുടിക്കും. ഇതാണ് സംഭവം. അടുത്ത ദിവസം തീരുമാനം എടുക്കും. അപ്പോൾ എല്ലാ തീരുമാനവും മിച്ചം വരുന്നതെല്ലാം പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈ രക്ഷിക്കപ്പെടുന്ന ആ സമയം വരെ മദ്യപിക്കുമായിരുന്നോ? ഇല്ല, റിട്ടയർ ആയി വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും നിർത്തണം. പക്ഷേ എപ്പോഴും ചാർജ് ഇത് കയ്യിലായതുകൊണ്ട്
നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കും. പിന്നെ ഈ മദ്യം, ഈ കോട്ട നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നോ? അപ്പോൾ അത് ഒക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? അത് ഇപ്പോൾ ഞാൻ ലിക്വർ കാർഡ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വാങ്ങാറുമില്ല, വിൽക്കാറുമില്ല. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ റിട്ടയർ ആയതിനു ശേഷം പൂർണ്ണമായിട്ടും മദ്യം വാങ്ങാറുമില്ല, ഒന്നും ചെയ്യാറില്ല. സാധാരണയായിട്ട് നിങ്ങൾക്ക് വാങ്ങി വേറെ ആൾക്കാർ കൊടുക്കാം. പക്ഷെ പലരും അങ്ങനെ ചെയ്യുന്നവർ കാണും. ഇന്നും എന്നോട് പലരും പറയാറുണ്ട്, ഇതുപോലെ നീ ഒരു വെറും മണ്ടനാണ്, നമുക്ക് കാശ് കിട്ടേണ്ടതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സാമ്പത്തിക അങ്ങനെ അഭിവൃദ്ധി അങ്ങനെ ഒന്നും ഇല്ല എങ്കിലും എൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തുന്നു. ആ മദ്യം വിൽക്കാതെ തന്നെ, വാങ്ങാതെ വിൽക്കാതെയും തന്നെ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്നു. അപ്പോൾ അത് വാങ്ങാറ് കാർഡേയില്ല എൻ്റെ വാങ്ങുന്ന. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഇപ്പോൾ അത് ഉണ്ടാക്കിയില്ല. രണ്ടാമത് റിന്യൂ ചെയ്യേണ്ട ടൈമിൽ പിന്നെ ലിക്വർ കാർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ വലിയൊരു തീരുമാനമാണ്. കാരണം പല ആൾക്കാരും പറയും ഞാൻ മദ്യപിക്കുന്നില്ല, പക്ഷേ ഞാൻ അത് അങ്ങ് മേടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണെങ്കിലും അത് തെറ്റല്ലേ? പക്ഷേ അത് ശരി, നല്ല പൈസയ്ക്ക് വേണ്ടി പല ആൾക്കാരും, ജീവൻ രക്ഷിക്കപ്പെട്ടവരും പലരും ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷേ ആ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. കാരണം നമ്മൾ നശിക്കുമെന്ന് നമുക്ക് തോന്നുന്ന, നമുക്ക് ബോധം വന്നതുകൊണ്ടല്ലേ നമ്മൾ നിർത്തിയേ. അപ്പോൾ നമ്മൾ നിർത്തിയ നമ്മൾ ആർക്കും വാങ്ങിയും കൊടുക്കാൻ പാടില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയോ വാങ്ങിക്കൊടുക്കുവാനോ പാടില്ല. അത് നല്ലൊരു ഡിസിഷനാണ്. പിന്നെ വിശ്വാസത്തിൽ ശുശ്രൂഷയിലേക്ക് വന്നു. ശുശ്രൂഷയിലേക്ക് എനിക്ക് തോന്നുന്നു 2014 കാലഘട്ടത്തിലാണ് വിശ്വാസി ആയി KFM ചർച്ചിൽ വന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടെ. അപ്പോൾ ശുശ്രൂഷകനായി മാറുമ്പോൾ ആ പഴയ ഇതിൽ നിന്ന് ആ ശുശ്രൂഷയിലേക്കൊരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് അതെങ്ങനെയൊക്കെയാണ് മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത്? 2012 ഞാൻ റിട്ടയർ ആയത്. റിട്ടയർ ആയതിനു ശേഷം ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരു സർവീസ് കഴിഞ്ഞ് വന്നത് ഇനി ജോലിയൊന്നും ചെയ്യണ്ട എന്ന് ചിന്തിച്ചു. പക്ഷെ ഞാനൊരു 2 വർഷത്തോളം നാട്ടിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്തു. ബിസിനസ്സൊക്കെ ചെയ്തപ്പോഴും പിന്നീട് ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി, ഇനി ഒരു ജോലിക്ക് ശ്രമിച്ചാൽ കൊള്ളാം. അങ്ങനെ ഞാൻ ഒരു 6 PSC ടെസ്റ്റ് എഴുതി. PSC ടെസ്റ്റ് എഴുതാൻ തുടങ്ങി. ഞാൻ അങ്ങനെ PSC കോച്ചിങ്ങിനൊന്നും പോയില്ല. എങ്കിലും ഞാൻ എഴുതിയ എല്ലാത്തിനും 5 എണ്ണത്തിലും ഞാൻ 70 മേളിൽ മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ നമുക്ക് PSCയിൽ ഒരു 10-15 മാർക്ക് എക്സ്ട്രാ കിട്ടും, ആർമിയിൽ നിന്ന് റിട്ടയർ ആയതുകൊണ്ട്. അപ്പോൾ 5 ടെസ്റ്റിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. 5ൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. ആ ഒരു ടൈമിലാണ് 2014 എന്നെ ശുശ്രൂഷകനാക്കുന്നത്. KFM ചർച്ചിൽ ശുശ്രൂഷകനായി അപ്പോയിൻമെന്റ് ചെയ്തതിന്റെ പിറകെ ഈ 5നും കോൾ ലെറ്റർ വന്നു എനിക്ക് ജോലിക്ക് പ്രവേശിക്കുക. അതിൽ പല കണ്ണൂര്, കാസർഗോഡ്, ഏറ്റവും നല്ല അതിലൊരു ഓപ്ഷൻ വന്ന് LD ക്ലർക്കായിട്ട് എനിക്ക് NCCയിൽ വയനാട് ജോലിക്ക് വന്നു. വയനാട് വന്നു. പക്ഷേ ഞാൻ അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ജോലിക്ക് പോകണോ കർത്താവിൻ്റെ വേല ചെയ്യണമോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. ഞാൻ അന്ന് പാസ്റ്ററിനൊക്കെ ഞാൻ അത് അയച്ചു തന്നു. അല്ല, എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാർഡുമായിട്ടൊക്കെ വന്നത് ഓർമ്മയുണ്ട്. പക്ഷേ ആ സമയത്തൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ, ജോലിക്ക് എടുക്കണോ കർത്താവിൻ്റെ വേലയ്ക്ക്? അതിന് മുമ്പായിട്ട് ഇത് കാർഡൊക്കെ കിട്ടുന്നതിന് മുമ്പ് കർത്താവിൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക അല്ലേ? ശുശ്രൂഷകനായിട്ട് ഓർഡിനേഷനും ചെയ്യും. ഓർഡിനേഷൻ ചെയ്തു. ഫുൾ ടൈം അല്ല, ശുശ്രൂഷകനായിട്ട് KFM ചർച്ചിൽ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ജോലിയുടെ ഈ ഓഫർ വരുന്നത്. 5 എണ്ണം വന്നു, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പോൾ ആകെ എനിക്ക് കൺഫ്യൂഷനായി. അതിനുശേഷം ഞാൻ PSC ടെസ്റ്റ് എഴുതാനോ പഠിക്കാനോ ഒന്നും പോയിട്ടില്ല. അതും വിട്ട് കളഞ്ഞു. അത് അപ്പോയിൻമെന്റ് കളഞ്ഞു. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് ട്രിവാൻഡ്രത്ത് തന്നെ സുവിശേഷ വേലയോട് ചേർന്ന് ചെയ്യത്തക്ക ജോലിയുടെ സാധ്യതകളെ എവിടെയായിരുന്നു? കേരള യൂണിവേഴ്സിറ്റിയിൽ. അതിപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ജോലിയും ഞാൻ മതിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഫുൾ ടൈമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു പാർട്ട് ടൈം ജോലിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അതാണ്. അതോടൊപ്പം തന്നെ ശുശ്രൂഷകളും. അപ്പോൾ മറ്റു ആർക്കും ഒരു ഭാരം ഇല്ലാതെ, സഭയ്ക്കും ഒരു ഭാരം ഇല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം. ജോലിയോടൊപ്പം സുവിശേഷ വേലയിൽ വളരെ ശക്തമായിട്ട് കുടുംബമായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഈ ശുശ്രൂഷ മേഖലയിലോട്ട് കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസിക അവസ്ഥകളും അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്, ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു, തിരഞ്ഞെടുത്തു, ആക്കി വെച്ചാലും അത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര
ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? അത് ചർച്ചിലൊക്കെ വന്നു. ഞാൻ തുടക്കം മുതലേ എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം ആക്റ്റീവായിരുന്നു. അപ്പോൾ ഒരു 2014 ശുശ്രൂഷകനായതിനു ശേഷം പിന്നെ ഹൗസ് വിസിറ്റിങ് മറ്റ് പല കാര്യങ്ങളിൽ. അപ്പോൾ ഇതെനിക്ക് ഈ ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോഴും ഇതെനിക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ സഹായിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് എൻ്റേത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹായം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും സാമ്പത്തിക സഹായം. സാമ്പത്തിക സഹായമായിട്ടല്ല അല്ലേ, ഹെൽപ്പ് അവരെ ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലകളിൽ വളരാൻ, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുക അല്ലേ, അപ്പോൾ അവരെ കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് ജീവിതം മാറണമെന്നുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ചർച്ചിൽ ഇങ്ങനെ നമുക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ലൈഫ് ഒന്നുമല്ല. ഒത്തിരി തകർന്നു കിടക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പ്രശ്നത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. പലർക്കും അറിയില്ല എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകണം, എന്ത് ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. പലരും ആരോട് സംസാരിച്ചാലും അവർ നെഗറ്റീവ്, എന്ത് ചിന്തിച്ചാലും അവർ പറയും പാവി പോകുന്നിടം പാതാളം, ഞാനിങ്ങനെ തന്നെ പോകും, ഇങ്ങനെ തന്നെ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ആ പ്രാർത്ഥിച്ചുള്ള ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളുടെ ലൈഫ് മാറ്റും, ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റും എന്ന് പറയുവാനും പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും പലരുടെയും ജീവിതങ്ങൾ മാറുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ഗവൺമെൻറ് സ്ഥിര ജോലിയെക്കാളും അനേക തകർന്നു കിടക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങുവാനും പ്രാർത്ഥിക്കുവാനും, ഒത്തിരി പേരുടെ ഭവനങ്ങളിൽ പോകുവാനും, അവരെ സന്ദർശിക്കുവാനും, രോഗികളായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പലരും സൗഖ്യമാകുന്നത് കണ്ടു. പലരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലത് പറയുമ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളിൽ നിന്ന് രോഗസ്വാധീനങ്ങൾ മാറി, പൈശാചിക സ്വാധീനങ്ങൾ മാറുന്നത് ഇന്നും നമുക്ക് അത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്നവരെല്ലാവരും പ്രശ്നക്കാരും തകർന്നവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം ശിവപാഷ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫ് ഒന്നുമല്ല. എന്നുവെച്ചാൽ ഒരു പ്രശ്നക്കാരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഒരു ഹൗസ് വിസിറ്റിന് ചെല്ലുമ്പോൾ അവരുടെ തകർച്ച, അവരുടെ നെഗറ്റീവ് വാക്കുകൾ, അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അനേക ജീവിതങ്ങളാണ് നമ്മുടെ സഭയ്ക്കകത്തേക്ക് ആ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കഥ കേൾക്കുമ്പോൾ, അവരുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ എത്ര ടെൻഷനോടുകൂടി പോകുന്നവരും നമ്മളെന്താകുക, അവരുടെ കിടക്കുന്ന വീടുകൾ, അവർക്ക് വരുമാനമില്ല, രോഗികളായി വീട്ടിൽ മുഴുവൻ. നമ്മൾ ഹൗസ് വിസിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു വീട് മുഴുവൻ രോഗികൾ, ഒരു സാധ്യതയും ഇല്ല. പക്ഷേ നമുക്ക് അവിടെ യേശുവിനെ കൊടുക്കാൻ പറ്റിയപ്പോൾ അവരിലുണ്ടായ പ്രത്യാശ, അവരിലുണ്ടായ ഒരു വിശ്വാസം, അതൊക്കെ പതിയെ ഓരോ ജീവിതങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടു. അതാണ് നമ്മളെയൊക്കെ അല്ലേ പിടിച്ചു നിർത്താനും ഇത് ചെയ്യുമ്പോൾ ജീവിതങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ് നമ്മളെ പിന്നെയും ഇതിൽ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അപ്പോൾ ആൾക്കാർ പറയും പാസ്റ്റർ ആകുമ്പോൾ അല്ലേ അവിടെ നിന്ന് പൈസ ഇട്ട് ഇവിടെ നിന്ന് പൈസ ഇട്ട് അത് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടാണോ നമ്മൾ ഇതിൽ നിൽക്കുന്നത്? അല്ല, നമുക്ക് കിട്ടുന്ന നമ്മൾ അല്ലേ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. ഒരു കുടുംബം രക്ഷപ്പെടുമ്പോൾ നമ്മളുടെ വാക്കുകൊണ്ട്, നമ്മൾ പണം കൊടുത്തല്ല, നമ്മുടെ പ്രാർത്ഥന, ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, അവർക്ക് ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് നമ്മളുണ്ടെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, നമ്മളെ രക്ഷിച്ച യേശു ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യാശ അല്ലേ. നമ്മൾ എത്രയോ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് 12 വർഷമായിട്ട് നമ്മൾ കാണുന്നത് എത്രയോ ജീവിതങ്ങളല്ലേ, അവരുടെ തലമുറകൾ പഠനത്തിലേക്ക് കയറി വരാൻ പറ്റി. അപ്പോൾ ഇത് ആ ശുശ്രൂഷയിൽ വന്നപ്പോൾ ശിവപാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്തതിനേക്കാളും നമുക്ക് ലഭിക്കുന്ന സന്തോഷം അല്ലേ, അതെങ്ങനെയാണ് അനുഭവിക്കപ്പെടുന്നത്? അത് മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ തന്നെ ഞാൻ പിന്നീട് സിറ്റി ചർച്ചിൽ നിന്ന് പാലോട് പോയി. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-14 പേരേ ഉള്ളുമായിരുന്നു. പക്ഷേ ആ 14 പേരിൽ നിന്നും അടുത്ത് നമ്മൾ അവിടെ വളരെ ഓപ്പർച്യൂണിറ്റികളുണ്ട്, അനേക ഭവനങ്ങളിൽ പോകാൻ. അവിടെ ആർക്കും നമ്മൾ പോയി പൈസ കൊടുത്തില്ല, ആരോടും നമ്മൾ നിർബന്ധിച്ച് ചർച്ചിൽ വരണമെന്ന് പറഞ്ഞില്ല. പക്ഷേ നമ്മൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു, നമ്മൾ അവിടെ പോയി ഒന്ന് കാൽ ചവിട്ടി. നമ്മുടെ ഗുണമോ വിശുദ്ധിയോ ഒന്നുമല്ല, പക്ഷേ അവർ പറയുന്നു ഒരു വ്യത്യാസം ഉണ്ടായി, ഇന്നു മുതൽ ഒരു മാറ്റം ഉണ്ടായി, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു മാറ്റം. അനേകർ ആശ്വാസിയുടെ അടുക്കൽ വന്ന് സഹോദരിമാർ അല്ലെ അവരുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത അല്ലെ കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ അല്ലേ ആശ്വാസിസ്റ്റോട് തുറന്ന് പറയുകയും, അപ്പോൾ ആ പറയുന്ന കേൾക്കുമ്പോൾ അതൊക്കെ എന്തുമായിരുന്നു അനുഭവങ്ങളൊക്കെ?
ഒന്ന് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ശുശ്രൂഷ 2012 നമ്മൾ ഈ സഭയിൽ വന്നു, വിശ്വാസത്തിൽ ഒരു വിശ്വാസിയായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശുശ്രൂഷ ആ ഒരു മേഖലയിലോട്ട് കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് കയറ്റി. അന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിഷയമാണ് വലുത്, ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളാണ് വലുത്, എൻ്റെ ജീവിതത്തിൽ വന്ന കുടുംബത്തിൽ വന്ന പ്രശ്നങ്ങളാണ് വലുത്. ഒരുപക്ഷെ ഞാൻ ഈ ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാതിരുന്നു എങ്കിൽ ഞാനും ഒരു മാനസിക രോഗിയെ പോലെ ആ ഒരു ഡിപ്രഷനിലോട്ട് പോയി അങ്ങനെ ഒതുങ്ങി പോകാമായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ അത്ഭുതകരമായി കരം പിടിച്ച് കയറ്റി. ആ ജീവിതത്തിലുണ്ടായിരുന്ന ഓരോ അനുഭവങ്ങൾ ഇന്ന് അതേ അനുഭവത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാർ വരികയും സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം വളരെയധികം സാഹചര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി. കുടുംബമായി തന്നെ ഞങ്ങൾക്ക് ഒരു മനസ്സോടെ നിന്ന് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി. അതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കർത്താവ് എന്നെ കടത്തിവിട്ട ഒരു അനുഭവം ഇന്ന് അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറി. അനേക സഹോദരിമാരുടെ കണ്ണുനീര് തോരുന്നത് ഞാൻ കണ്ടു. തലമുറകളെക്കുറിച്ചുള്ള വേദനകളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയെ കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ജീവിച്ച ജീവിത രീതിയോ ഒന്ന് അതിനേക്കാൾ അപ്പുറമായി തകർന്നു കിടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. ഈ പുറമേയൊക്കെ എല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥതയും ഇല്ല, ഒരു സമാധാനവും ഇല്ല. ഒന്നുകിൽ രോഗം, ഒന്നുകിൽ കുടുംബ പ്രശ്നം, അല്ലേ? അങ്ങനെ ഓരോരുത്തരും നമ്മുടെ അടുത്ത് വന്ന ഓരോ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ അടുക്കലില് എത്രയോ, അല്ലേ, നൂറുകണക്കിന് സഹോദരിമാർ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സൈക്കോളജി പഠിച്ചവരല്ല, നമ്മള് എന്തല്ല, നമുക്ക് അധികം ഒന്നും പറയാനറിയില്ല. പക്ഷെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അവര് പറയും ആ വാക്ക് കേട്ടല്ലേ, അതല്ലേ അനുഭവം. ഭയങ്കര ആശ്വാസം ഉണ്ടായി. അപ്പൊ നമ്മള് കൊടുക്കുന്ന വാക്കല്ല, ദൈവത്തിന്റെ, അല്ലേ, യേശുവിനെ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആശ്വാസം അത് പല നാനാ ജാതിക്കാർ, അല്ലേ, നമ്മുടെ അടുക്കൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലേ, അനേക നാനാ ജാതിക്കാർ. അവര് നമ്മൾ പറയുന്നത് എന്തുവാ? യേശു നിങ്ങൾക്ക് സമാധാനം തരും, യേശു ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു നിങ്ങൾക്ക് സ്വസ്ഥത തരും. ഇത് ഈ വാക്ക് പറയുമ്പോൾ തന്നെ ജീവിതങ്ങൾക്കകത്ത് അവർ പ്രാപിക്കുന്ന സന്തോഷം, സമാധാനമല്ലേ നമ്മളെ പിന്നെയും പിന്നെയും, അല്ലേ? അത് പലപ്പോഴും നമുക്ക് മാനസികമായിട്ട് ചില മടുപ്പും വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഈ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നമുക്ക് വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഭയങ്കര വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഈ ശുശ്രൂഷയിലോട്ട് നിൽക്കുന്നത്. അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. പക്ഷേ എന്നെക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ജ്ഞാനത്ത് എനിക്ക് പോലും അറിയാതെ ദൈവം എന്നെ അങ്ങനെ ഒരു കൃപയാൽ നിറച്ചു. അനേകരോട് സംസാരിക്കാനും അവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നും, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് തോന്നും. അതുപോലെ ദൈവം നമ്മെ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ശുശ്രൂഷ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയപ്പോൾ, ഈ ജോലിയൊക്കെ കളഞ്ഞിട്ടല്ലേ ഈ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിയേ. അപ്പം ബന്ധുക്കളും ചർച്ചക്കാരും എല്ലാവരും പറഞ്ഞില്ലേ ഇവൻ മണ്ടനാണ്, ഇതാരെങ്കിലും ഇങ്ങനെ ഇറങ്ങുമോ? സുവിശേഷ വേല എന്ന് സാധാരണയായിട്ട് ആൾക്കാരുടെ ഇടയിലുള്ളൊരു ധാരണയാണ്, ജോലിയും കൂലിയും ഇല്ലാത്തവർക്കാണ് സുവിശേഷ വേല, അവരാണ് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി, ആർമിയിൽ നിന്ന് റിട്ടയർഡായി അടുത്തൊരു ഗവൺമെൻറ് എംപ്ലോയി ആയി, പെർമനൻറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയി മാറേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായി കാണും. അതുപോലെ തന്നെ ഈ സുവിശേഷ വേലയിൽ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നല്ലൊരു സംഭവമായിരിക്കില്ലല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സ് മടിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ?